ഹലോ നമസ്കാരം. എന്തെല്ലാം വിശേഷം? സുഖമല്ല എല്ലാവർക്കും? എന്താ സ്ഥിതി? ക്രിസ്മസ് ഒക്കെ ആയിട്ട് പിന്നെ പാർക്കിൽ ഇങ്ങനെ നടക്കാറിങ്ങി കേട്ടോ. ഈ കാണുന്ന കേട്ടോ പാർക്ക് ഞാനായിട്ട് അടിപൊളിയല്ലേ, നല്ല രസമാട്ടോ ഇവിടെ. ഇതിൻ്റെ ചുറ്റും നല്ല പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസമാണ് അവിടെ നടക്കാൻ. ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ ഒരു സർക്കിൾ വരുന്നത്. പൂക്കൾ കണ്ടില്ലേ, നല്ല രസമാണ്. പല കളറിലുള്ള പൂക്കൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2-3 ട്രാക്ക് ഉണ്ട് ഇവിടെ നടക്കാനുള്ളത്, ഇവിടെ സൈക്കിളിനുള്ളത്. ഇതിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാർക്കാണ് വരുന്നത്. 900 മീറ്റർ അങ്ങനെ ഇതും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മൾ നടക്കുന്നതിനനുസരിച്ച്. ഈ കാണുന്നത് പക്ഷികൾക്ക് വന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. അതിങ്ങനെ എല്ലാ ഭാഗത്തും കാണാം നമുക്ക്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയമായതുകൊണ്ട് ആൾക്കാർ കുറവാട്ടോ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഫുൾ ആളാണ്. ഫാമിലിയൊക്കെ വന്നിട്ട് ഒരു സമയത്ത് നടക്കാൻ സുഖം. കാണാൻ നല്ല ഭംഗിയാട്ടോ. ഹൈറ്റ് കുറവാണ്, പക്ഷേ എന്താ പറയുക, ചില്ലകളൊക്കെ നല്ല പരന്നിങ്ങനെ പന്തലിച്ചിങ്ങനെ നിൽക്കുന്ന നല്ല രസമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യാനുള്ള കുറച്ചും സംഗതിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ. അത്യാവശ്യം എല്ലാ ഐറ്റം ഉണ്ട് ഇതിൽ. നമ്മൾ നടന്ന് ഇപ്പോൾ ഇതാ 500 മീറ്റർ മാർക്കിങ്ങിലെത്തി കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ പൂച്ചകളെ കാണാം ഈ പാർക്കിൽ. ഇവിടെ ആൾക്കാരൊക്കെ വരുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ പെറ്റി പെരുകിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നതും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ പൂച്ചകൾ. എൻ്റെ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് അളിയൻ. എന്താണ്, ഫുഡൊന്നും കിട്ടിയില്ലേ? അതാ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്, അതേപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഒരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ, നല്ല രസമാണ് കാണാൻ. ഇതിപ്പോൾ അടുത്തായിട്ട് സെറ്റ് ചെയ്ത കേട്ടോ. അവിടെ അങ്ങനെ പുകയൊക്കെ പോകുന്നുണ്ട്. അതുപോലെ ഒരു കുഞ്ഞി പാലം സെറ്റ് ചെയ്തിട്ടുണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ട്. ഇതിൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്, ആമ്പൽ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. നമ്മുടെ നാട്ടിലില്ലാത്തൊരു സംഗതി അതാണ്. ഇങ്ങനെ ഒരു പാർക്കൊക്കെ കണ്ടാൽ പ്ലാസ്റ്റിക്കും പേപ്പറും കടലാസും എല്ലാം ഫുഡിൻ്റെ വേസ്റ്റൊക്കെ വാരി വലിച്ചിട്ട് ആകെ അലമ്പാക്കിയിട്ടുണ്ടാവും. കണ്ടില്ലേ, എവിടെയെങ്കിലും ഒരു പേപ്പറിൻ്റെ കഷ്ണമെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ നോക്ക്. പിന്നെ ഇത് നമ്മൾ വരുന്നത് ഖത്തറിലെ റയ്യാൻ പാർക്കാണ് കേട്ടോ. അത്യാവശ്യം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഓക്കെ, നിങ്ങളുടെ സ്വന്തം നിസാം വയനാട്. ബൈ ബൈ.